മുംബൈയിലെ അധോലോകത്തിന്റെ വിളനിലം, പിടിച്ചുപറിക്കാരുടെയും ഗുണ്ടകളുടെയും ഈറ്റില്ലം. ഏകദേശം 2 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണത്തിൽ തിങ്ങിപ്പാർക്കുന്നത് 10 ലക്ഷത്തോളം മനുഷ്യർ. ഏഷ്യയിലെ ഏറ്റവും വലിയ ചേരികളിലൊന്നായ ധാരാവിക്ക് ലോകം ചാർത്തിക്കൊടുത്ത വിശേഷണങ്ങൾ അങ്ങനെ ഏറെയാണ്. സിനിമകളിലും പുസ്തകങ്ങളിലും കാണിക്കുന്ന സ്റ്റീരിയോടിപ്പിക്കൽ ധാരാവിക്കപ്പുറം സാധാരണക്കാരൻ രണ്ടറ്റം കൂട്ടിമുട്ടാൻ നല്ലപോലെ പരിശ്രമിക്കുന്ന ഒരു ധാരാവിയും ഇവിടെ വരുമ്പോൾ കാണാൻ സാധിക്കും. മൺകലങ്ങളുടെയും ലെതറിന്റെയും തുണിയുടെയും ചെറുകിട നിർമ്മാണ യൂണിറ്റുകൾ ധാരാവിയിലെ ഒട്ടുമിക്ക ഗലികളിലും കാണാൻ സാധിക്കും. നല്ലൊരു ജീവിതം സ്വപ്നം കണ്ട് ഇന്ത്യയിലെ നാനാഭാഗത്തുള്ള മനുഷ്യർ ധാരാവിയിൽ വന്ന് ചേക്കേറിയിട്ടുണ്ട്. വന്നവരെ ആരെയും കൈവിടാതെ വയറ്റിപ്പിഴപ്പിനുള്ള എന്തെങ്കിലും ഒരു വഴി ധാരാവി അവർക്ക് കാണിച്ചു കൊടുത്തിട്ടുമുണ്ട്. രാജീവ് നഗറിനടുത്തുള്ള ഈ റോഡിലൂടെ നടന്നാൽ തമിഴ്നാട്ടിലെ ഏതെങ്കിലും ഒരു തെരുവിലൂടെ നടക്കുകയാണെന്ന് നമുക്ക് തോന്നും. അത്രയധികം തമിഴ് വംശജരാണ് ഇവിടെയുള്ളത്. മുംബൈയിലെ 80% പ്ലാസ്റ്റിക് വേസ്റ്റും റീസൈക്കിൾ ചെയ്യുന്നത് ധാരാവിയിലെ ഗലികളിലാണ്. ഇതെല്ലാം ആണെങ്കിലും സ്ലം ഡോഗ് മില്യണിയർ പോലുള്ള പടങ്ങൾ ധാരാവിയെ മറ്റൊരു നിറത്തിൽ മാത്രം കാണാനാണ് താല്പര്യം കാണിച്ചത്. ഇന്ത്യ എന്നാൽ പട്ടിണിയും വൃത്തിഹീനതയും മാത്രമാണെന്ന് വിശ്വസിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു ടിപ്പിക്കൽ വൈറ്റ് മാൻ കോംപ്ലക്സ്. പക്ഷെ ഇതൊന്നും ധാരാവിക്കാരെ തളർത്തില്ല. ഇതേ വെള്ളക്കാരുടെ കയ്യിൽ നിന്ന് 2000, 5000, 10000 ഒക്കെ വാങ്ങി ധാരാവി സ്ലം ടൂർ നടത്തി ജീവിക്കുന്ന ധാരാളം ചെറുപ്പക്കാർ ഇവിടെ ഉണ്ട്. ഒറ്റയ്ക്ക് ഇവിടെ ഇറങ്ങി പുറപ്പെടുമ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക. ചില ഗലികളിൽ കയറണ്ട എന്ന് ലോക്കലുകൾ പറയുമ്പോൾ അതെന്തിനെന്ന് ചോദിക്കാതെ പോകാതിരിക്കുക.